യേശുവിന്റെ കൂടെ നാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം, സ്നേഹവന്ദനം. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് പറയാൻ ഒക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ വലിയതായിരിക്കാല് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. സാധാരണ പിജിയങ്ങൾ പറയുന്നത് പോലെ ഒരു ഉദ്ധരണി പറയുവാന് ഞാനും ആഗ്രഹിക്കും. കോട്ടബിൾ കോട്ട് നെൽസൺ മണ്ടേലയാണ് പറഞ്ഞത്: ഇഫ് യുവർ ഐസ് ആർ പോസിറ്റീവ് യു വിൽ ലവ് ദ വേൾഡ്. ഇഫ് യുവർ ടങ് ഈസ് പോസിറ്റീവ് ദ വേൾഡ് വിൽ ലവ് യു. നിങ്ങളുടെ കണ്ണുകൾ സകാരാത്മകമെങ്കിൽ നിങ്ങൾ ലോകത്തെ സ്നേഹിക്കും. എന്നാൽ നിങ്ങളുടെ നാവ് സകാരാത്മകമെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കും. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ലോകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അല്ലാതെ മറ്റേ ലോകത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ലോകം എന്ന് പറയും ജനങ്ങളെ. നമ്മുടെ കണ്ണുകള് സകാരാത്മകമാണെങ്കിൽ നമ്മൾ ജനങ്ങളെ സ്നേഹിക്കും. എന്നാലും നമ്മുടെ നാവ് സകാരാത്മകമാണെങ്കിൽ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട്, പഠനത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് പഠിക്കുവാനായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം സങ്കീർത്തനം 26:2. സങ്കീർത്തനം 26:2. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എന്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ. ഇന്ന് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എന്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ. സ്തോത്രം. ഇതിനൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ദൈവ മുൻപാകെ ഒരു വൈദ്യ പരിശോധന. പണ്ടുകാലത്തല്ല, ഇപ്പോഴും ഉണ്ട്. നമ്മള് വൈദ്യ പരിശോധനയ്ക്ക് ചെന്നാല് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മളുടെ ഹൃദയത്തെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞപ്പോ നേരത്തെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ആകുന്നതിന് മുമ്പേ ആണെങ്കിൽ അവർ പറയായിരുന്നു നാക്ക് നീട്ട്, കണ്ണ് പിടിച്ചിങ്ങനെ പിടിച്ചു നോക്കും, അല്ലെ? അന്നേരം ഇന്ന് നമ്മുടെ ഹൃദയം, കണ്ണ്, സമയമുണ്ടെങ്കിൽ നാവ്, അല്ലെ? സമയത്തിന് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന് ഒരല്പം മുൻപേ നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയാം: കർത്താവേ, ഇന്ന് എൻ്റെ ഹൃദയത്തെ അങ്ങ് ശോധന ചെയ്യണമേ, എൻ്റെ കണ്ണിനെ അങ്ങ് ശോധന ചെയ്യണമേ, അങ്ങേക്ക് പ്രസാദമില്ലാത്തതൊക്കെ എന്നിൽ നിന്ന് മാറ്റണമേ. നമ്മളുടെ ഹൃദയത്തിനകത്ത് വിലാപങ്ങൾ 5:16, 17 17 ഇങ്ങനെയിരിക്കുന്നു: ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. നമ്മളുടെ ഹൃദയത്തിന് പാപം നിമിത്തം നമ്മളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിട്ടുണ്ടോ? നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മളുടെ കണ്ണിന്റെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് തിരുവചന വെളിച്ചത്തിൽ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നിങ്ങളൊരു പ്രസംഗം കേൾക്കുവാനായിട്ടല്ല ഇരിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പ്രസംഗത്തിന് മാർക്കിടാനോ, പ്രസംഗമല്ല, സംസാരത്തിന് മാർക്കിടാനല്ല, എന്നാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാന്, അങ്ങയുടെ സാന്നിധ്യത്തിലിരുന്ന് അങ്ങയുടെ ആത്മാവിന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ തക്കോണം, എൻ്റെ ജീവിതത്തിനകത്തൊരു വ്യത്യാസം വരുവാൻ തക്കോണം പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സംഭവങ്ങള് നമ്മളുടെ കർത്താവിന്റെ വരവിനെ എത്രയും വേഗമെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാം കഴിയുന്നത്രയും ഒക്കുന്നത്രയും വിശുദ്ധിയോടുകൂടെ ജീവിപ്പാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാനിത് പൊതുവിൽ പ്രസംഗിക്കാനായിട്ടുണ്ടാക്കിയ ഒരു മെസ്സേജ് അല്ല. ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്നോട് തന്നെ സംസാരിക്കാനായിട്ട് ഞാൻ മെസ്സേജുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു മെസ്സേജാണിത്. സ്തോത്രം. അതിന്ന് നിങ്ങളുടെ ഹൃദയത്തിനോടും സംസാരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് സംസാരിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സ്തോത്രം. സങ്കീർത്തനം 17:3 എഴുതിയിരിക്കുന്നത്: നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, ദുരുദ്ദേശം ഒന്നും കണ്ടെത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം രാത്രികാലങ്ങളിൽ നമ്മെ സന്ദർശിക്കുന്ന സമയത്ത്, അല്ല പകലിൽ സന്ദർശിക്കുന്ന സമയത്ത്, നാം തന്നെ ഇരിക്കുന്ന സമയത്ത്
നമ്മളെ ശോധന ചെയ്താല് ദുരുദ്ദേശം നമ്മളിൽ കണ്ടെത്തുമോ? നല്ല ഉദ്ദേശത്തോടു കൂടെയാണോ നാം എല്ലായ്പ്പോഴും ജീവിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിനകത്തെ ഒരനുഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങള് പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് പട്ടാങ്കോട്ട് ഒരു സഭ സ്ഥാപിച്ചു. 84 അതൊരു പാസ്റ്ററേയും കുടുംബത്തെയും ഏൽപ്പിച്ചു. അവർ കേരളത്തിൽ നിന്ന് വന്നവരായിരുന്നു. ആ സഹോദരി വന്ന സമയത്ത് 1-2 മാസം ഗർഭിണിയായിരുന്നു. എനിക്ക് ആ സഹോദരിയോട് വലിയ കരുതലായിരുന്നു. കാരണം കട്രയിലായിരിക്കുന്ന സമയത്ത്, ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം, ഇച്ചിരി നല്ല വെള്ളം ഒക്കെ കുടിക്കാൻ തന്നിട്ടുണ്ടെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നത്തെ 84 സാമ്പത്തികമായിട്ട് വളരെ മോശമായ അവസ്ഥയാണ്, ടീമിൻ്റെതാണെങ്കിലും ഞങ്ങളുടേതാണെങ്കിലും. അതുകൊണ്ട് അവർക്കും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വെച്ച് കഴിക്കത്തക്ക പോലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അന്നത്തെ സമയത്ത് ഞാനായിരുന്നു ബൈബിൾ സ്കൂളിന്റെ കുക്ക്. കാരണം കുക്കിനെ വേറെ പൈസ കൊടുത്ത് നിർത്താനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട്. അന്ന് 10-14 സഹോദരന്മാര്, ഞങ്ങളുടെ കുടുംബം. ഇറച്ചി കറി വെച്ചാൽ 1/2 കിലോ ഇറച്ചിയും 5 കിലോ ഉരുളൻകിഴങ്ങും ആയിരിക്കും. ആ സമയത്ത് ഞാൻ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് കഷ്ണങ്ങൾ എടുത്തിട്ട് അതും കുറച്ച് ചാറും കൂടെ കൊണ്ട് കൊടുക്കുമായിരുന്നു, കരുതലുകൊണ്ട്. അങ്ങനെ എപ്പോഴും എന്തെങ്കിലും നല്ല കറികളോ കാര്യങ്ങളോ ഉണ്ടാക്കിയാൽ ഉടനെ ഞാൻ ആ സഹോദരിക്ക് കൊണ്ട് കൊടുക്കും. എന്നാൽ 3-4 മാസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായി, വഴക്കുണ്ടായി. നിങ്ങളാരും വഴക്കിടാത്തവരാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞങ്ങൾ വഴക്കുണ്ടാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പക്ഷെ സഹോദരി ഞാൻ പറഞ്ഞ ഒന്നും സഹോദരിക്ക് വിഷമം ഉണ്ടാക്കിയൊന്നും എനിക്ക് ചിന്തയില്ല. പക്ഷെ ആ സഹോദരി പറഞ്ഞതൊക്കെ എനിക്ക് വിഷമം ഉണ്ടാക്കി. അത് ഞങ്ങളുടെ മൂത്ത മകൻ, അന്ന് അവന് 12 വയസ്സേ ഉള്ളൂ, അവനെ കുറച്ചൊക്കെ കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് സംസാരം എല്ലാം കഴിഞ്ഞ് ഞാൻ മുറിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ ആ സഹോദരി എത്ര സ്നേഹിച്ച്, എത്ര കരുതി, അത് ഇത് ചെയ്തെന്നൊക്കെ ഉള്ള അവിത പറഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോനെ കയറി വന്നിട്ട് അവൻ എന്നോട് പറയാ, ഓർഫി രോയെങ്കിൽ ജബ് മീറ്റ് ബനാത്താനാ ഹഡ്ഡി തക്ക് ഹംകോ ദേത്താ നീ ഹൈ നാ. അല്ലെ, കരയും, ഇനിയും കരയും. ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോ എല്ല് കഷ്ണങ്ങൾ പോലും ഞങ്ങൾക്ക് തരത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴേ എനിക്ക് കുറച്ചുകൂടെ വിഷമമുണ്ടായി. ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു, എഴുന്നേറ്റു. 2-3 മാസം കഴിഞ്ഞപ്പോൾ സിംഗപ്പൂരിലെ ഒരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെയുള്ള ഒരു ആൾക്കാര് എനിക്കൊരു ടിക്കറ്റ് അയച്ചു തന്നു. അങ്ങനെ ഞാൻ സിംഗപ്പൂരിൽ പോയി അവിടെ ചെന്ന് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. $6 ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ സ്വോത്രകാഴ്ച ഇടുമ്പോഴെല്ലാം സ്വോത്രകാഴ്ച ഇട്ടെല്ലാം എല്ലാം തീർന്നു. പിന്നെ കോൺഫറൻസ് തീരുന്നതിന്റെ തലേന്ന് എല്ലാവരെയും ഷോപ്പിങ്ങിനായിട്ട് കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പോകാതെ മടിച്ചിരുന്നു. അത് കഴിഞ്ഞ് കോൺഫറൻസ് തീർന്നു കഴിഞ്ഞതിന്റെ അന്ന് തന്നെ എന്നെ ഒരു ഇന്ത്യക്കാരി, ഒരു പഞ്ചാബി സഹോദരി എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് നടത്തി. 7-8 സാരികൾ വാങ്ങിച്ചു തന്നു. ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പത്താംകോട്ടിന്റെ ചിന്ത വന്നു, ഈ സഹോദരിയെ കുറിച്ചുള്ള ചിന്ത വന്നു. എനിക്ക് ഓർമ്മ വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു, എങ്ങനെയാ ഈ സഹോദരിക്ക് പകരം ചെയ്യുന്നത്, എങ്ങനെയാ അല്ലേ? എളുപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെ ഇരിക്കുക. അന്നേരം ഒരു വാക്യം എന്റെ തലയിൽ ഓർമ്മ വന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം, അങ്ങനെ അവന്റെ തലമേല് നീ തീക്കനൽ കുന്നിക്കണം. എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാമല്ലോ അല്ലേ? അങ്ങനെ ഞാൻ തീരുമാനിച്ചു, വാക്യം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് എനിക്ക് കിട്ടിയ സാരിയിലെ ഏറ്റവും നല്ല സാരി ഞാൻ ആ സഹോദരിക്ക് കൊടുക്കും. പത്താംകോട്ട് വന്നു കഴിഞ്ഞ ഉടനെ, രാവിലെ വന്നു കഴിഞ്ഞു ഉടനെ, അന്ന് ഞങ്ങളോടൊപ്പം ഇന്നും കാൺപൂരിൽ ആ കുടുംബം താമസിക്കുന്നുണ്ട്. CK ജോർജും ബ്രദറും കുടുംബവും, അദ്ദേഹത്തിന്റെ ഭാര്യയും ബ്രദർ AT ജോസിന്റെ ഭാര്യയും വിളിച്ച് അന്ന് വഴക്കുണ്ടായപ്പോ അവരെന്റെ സൈഡായിരുന്നു. അന്നേരം അവരെ വിളിച്ച് ഞാൻ കൊണ്ടുവന്ന സാരികളെല്ലാം കാണിച്ചേച്ച് ഞാൻ പറഞ്ഞു, ഈ സാരി ഞാൻ ആ സഹോദരിക്ക് കൊടുക്കാൻ പോവുക.
എന്നിട്ട് അവര് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ സംസാരിച്ചതില്ലയോ, തന്നെയല്ല അമ്മാമ്മയ്ക്കല്ലയോ മീറ്റിങ്ങിനൊക്കെ പോകണ്ടെന്നേ. അപ്പോഴത്തേക്ക് എന്റെ ഭക്തി കുറച്ചുകൂടെ അങ്ങ് കൂടി. എന്റെ അകത്തെ ഇരിപ്പെന്തോന്ന് അറിയാമോ? എന്റെ ഫ്ലൈറ്റിൽ ഇരുന്ന് വിചാരിച്ച് ഞാൻ ഈ സാരി കൊടുക്കും, ഈ സാരി കൊടുക്കുമ്പോ എപ്പോഴാ അത് ഉടുത്താലും ആ സഹോദരിക്ക് കുറ്റബോധത്തിന്റെ മുള്ളു കൊള്ളണം ശരീരത്തില്. അതായിരുന്നു എന്റെ അകത്തെ ചിന്ത, എന്റെ അകത്തെ ഉദ്ദേശം. പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ വലിയ ഭക്തി കാണിച്ചിട്ട്, വലിയ വലിയ ഭക്തയായിട്ട് വിശുദ്ധയായിട്ട് കാണിച്ചിട്ട് പറഞ്ഞു എല്ലാ സഹോദരിക്കും എന്നെ കൊടുക്കാം. അവര് പിന്നെയും എന്നെ തടഞ്ഞു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ, അത് കേൾക്കാതെ, ചെവി കൊടുക്കാതെ ഞാൻ ആ സാരി കൊണ്ടുവന്ന് ആ സഹോദരിക്ക് കൊടുത്തിട്ട് വലിയ ഗമയില് തിരിച്ച് വന്നു. വലിയ സന്തോഷത്തോടെ, ഞാൻ വളരെ ഭക്തയാണെന്ന് മറ്റുള്ളവരുടെ ഒക്കെ മുമ്പിൽ വിളങ്ങത്തക്കതുപോലെ ഞാൻ വന്നു. വന്നു കഴിഞ്ഞ സന്ധ്യയായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. നീ ഇന്ന് ആ സഹോദരിക്ക് കൊടുത്ത സമ്മാനത്തിനകത്ത് ഞാൻ അല്പം പോലും പ്രസാദിച്ചിട്ടില്ല. തിരുവചനം വായിച്ചപ്പോഴെനിക്ക് ഒരു വാക്യം കിട്ടി, ദൂരത്ത് നിന്ന് നിന്റെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്നവനായ ദൈവം സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ ശോധന ചെയ്തപ്പോൾ സ്തോത്രം, എന്റെ ഉദ്ദേശം ദുരുദ്ദേശമായിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് നാം മറ്റുള്ളവർക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് വിളങ്ങുവാനായിട്ട്, നാം ഭക്തരെന്ന് കാണിക്കുവാനായിട്ട് ദുരുദ്ദേശത്തോടുകൂടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ എന്റെ ആ സ്വഭാവത്തെ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. നീ എന്നെ സന്ദർശിക്കുന്ന സമയത്ത് യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ ജീവിക്കുവാൻ തക്കോണം നിന്റെ ആത്മാവ് നീ എനിക്ക് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവ് 17:9-10. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അതാരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അല്ലെ. നമുക്ക് വെളിയില് മറ്റുള്ളവരെ കാണിക്കാനൊക്കെ നിഷ്കളങ്കമാണെന്നും വളരെ സ്നേഹമാണെന്നും ഒക്കെ, കപടമില്ലായ്മയിലാണ് പ്രവർത്തിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് കാണിക്കാനൊക്കും. എന്നാല് നമ്മുടെ ഹൃദയത്തെ നമുക്കറിയാം, നമ്മുടെ ദൈവത്തിനറിയാം. കപടമുള്ള ഒരു ഹൃദയമാണോ നമ്മുടേത്? വിഷം കുത്തിവെക്കുന്ന വിഷമുള്ള ഒരു ഹൃദയമാണോ നമുക്ക് ഉള്ളത്? അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയാൻ, കർത്താവേ എന്നെ ഒന്ന് ശോധന ചെയ്ത് ഇതിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് തരുമാറാകണമേ കർത്താവേ. നമുക്ക് ഉദാഹരണമായിട്ട് ബൈബിളിൽ നിന്ന് നോക്കിയാൽ ദാവീദ് രാജാവിന്റെ കഥ എടുക്കാം. 2 ശമൂവേൽ 11 അല്ലെ, അദ്ദേഹം യുദ്ധത്തിന് പോകാതെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബത്ശബയെ കണ്ടു. ബത്ശബ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ അവളെ ആളയച്ച് വരുത്തി. അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ സമയത്ത് അദ്ദേഹം ഊരിയാവിനെ പടയിൽ നിന്ന് വരുത്തി. എന്തിനാണെന്നറിയാമോ? തന്റെ പാപത്തെ മറയ്ക്കുവാനായിട്ട്. നമ്മുടെ പാപത്തെ മറയ്ക്കുവാനായിട്ട് നാം മറ്റുള്ളവരെ ഉപയോഗിക്കാറുണ്ടോ? വന്നു കഴിഞ്ഞ ഉടനെ വലിയ സ്നേഹം, ഭയങ്കര സുഖ അന്വേഷണം നടത്തി സമ്മാനം കൊടുത്തു. പക്ഷേല് ഊരിയാവ് വീട്ടിൽ പോയില്ല. അദ്ദേഹം തന്റെ രാജാവിന്റെ ഭൃത്യന്മാരോടൊപ്പം അവിടെ കിടന്ന് ഉറങ്ങി. അതറിഞ്ഞതായ സമയത്ത് ഭയങ്കര സ്നേഹം ഈ ദാവീദിന്, അല്ലെ, കപട സ്നേഹം, ഭയങ്കര കരുതല്. എന്നിട്ട് ചോദിക്കുക, ഓ നീ വീട്ടിൽ പോകാഞ്ഞ എന്താ? യാത്രയൊക്കെ കഴിച്ച് ക്ഷീണിച്ചു വന്നതല്ലയോ അല്ലെ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെ കാര്യവും സ്നേഹവും ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ദാവീദിന്റെ മുൻപാകെ തന്നെ അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ കൊടുത്തു, പാനം ചെയ്തു, എന്നിട്ട് ലഹരി പിടിപ്പിച്ചു അവന് വീട്ടിൽ പോകാനായിട്ട്. എന്നിട്ടും ഊരിയാവ് വീട്ടിൽ പോകാതെ രാജാവിന്റെ ഭൃത്യന്മാരോടുകൂടെ പടിവാതിക്കൽ കടന്നു. സ്തോത്രം. വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോഴ് തന്റെ കപട പരിപാടികളൊന്നും നടക്കത്തില്ല, തന്റെ പണികളൊന്നും നടക്കത്തില്ല എന്നറിഞ്ഞതായ സമയത്ത് അദ്ദേഹം യോവാബിന് ഒരു എഴുത്തെഴുതി വിട്ടു. ഊരിയാവിന്റെ കയ്യിൽ തന്നെ ഒരു എഴുത്തെഴുതി വിട്ടു. ഇവനെ കഠിനമായിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് വെട്ടിക്കൊല്ലണമെന്ന്. അങ്ങനെ കഠിനമായിട്ടുള്ള സ്ഥാനത്ത് ഊരിയാവിനെ നിർത്തി. ഊരിയാവ് മരിച്ചു. അത് കഴിഞ്ഞിട്ട് ബത്ശബയെ അവന്റെ ഭാര്യയാക്കി. നമ്മുടെ പാപങ്ങളെ മറയ്ക്കുവാനായിട്ട് നാം മറ്റുള്ളവരെ ബലിയാടുകളാക്കാറുണ്ടോ?
മറ്റുള്ളവരോട് കപട സ്നേഹം കാണിക്കാറുണ്ടോ, കരുതൽ കാണിക്കാറുണ്ടോ? എങ്കില് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്താവിന്റെ വചനപ്രകാരം നമ്മെ ദൈവമേ, നിന്റെ ആത്മാവ് എന്നെ ശോധന ചെയ്യണമേ. നീ ശോധന ചെയ്യുന്ന ദൈവമാണല്ലോ കർത്താവെ. നിന്റെ സന്നിധിയില് കപടമില്ലാത്ത ആധരങ്ങള്, കപടമില്ലാത്ത ഒരു ഹൃദയത്തോടുകൂടെ ജീവിപ്പാന്, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടുകൂടെ ജീവിപ്പാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവ് 49:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. സ്തോത്രം. അഹങ്കാരത്താല് നിറഞ്ഞ ഹൃദയമാണോ നമ്മുടേത്? നമ്മൾ പലരും, ഞാൻ വളരെ പേരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കാണുന്ന സമയം ഇങ്ങനെ വളരെ കുനിഞ്ഞു വിനയം കാണിക്കുന്നതായ സമയത്ത് കാണിക്കുന്നത്, എന്നാൽ അവരുടെ ഹൃദയത്തിനകത്ത് ആ വിനയമില്ല. അങ്ങനത്തെ സ്വഭാവമാണോ? നാം വളരെ കുനിഞ്ഞു കാണിച്ച് വിനയം അഭിനയിക്കുന്നവരാണോ? അതോ നമ്മുടെ ഹൃദയത്തിനകത്ത് അഹങ്കാരം നിറഞ്ഞിരിക്കെ വിനയം അഭിനയിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ അഹങ്കാരത്തെ നീ ഒന്ന് മാറ്റണമേ. നീ കാണുന്നുണ്ടല്ലോ കർത്താവേ എന്റെ ഹൃദയം, നീ എന്നെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. അല്ലെ, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, സൗന്ദര്യത്തെ കുറിച്ച്, ആത്മീകരായിരിക്കുന്ന സമയത്ത് എന്തുവാ വിശ്വാസികളൊക്കെ ആയിരിക്കുന്ന സമയത്ത്, അല്ലെ ദേവദാസന്മാർ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ പാട്ടുപാടാനുള്ള കഴിവിനെ കുറിച്ച്, പ്രസംഗ പ്രാഗൽഭ്യത്തെ കുറിച്ച്, മറ്റുള്ളവരെക്കാളൊക്കെ അഹങ്കാരം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം പലപ്പോഴും മറ്റുള്ളവരെ ശോധന ചെയ്യാൻ നാം മിടുക്കരാണ്. എന്നാല് നമുക്ക് ഇന്ന് രാത്രികാലം നമ്മളുടെ ഹൃദയത്തെ ശോധന ചെയ്യാം. കർത്താവെ, നിന്റെ സന്നിധിയില് കർത്താവെ, അഹങ്കാരമുള്ള ഒരു ഹൃദയമാണോ എനിക്കുള്ളത് എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിപൂർണമായിട്ടും അഹങ്കാരം എന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കിയിട്ട് സൗമ്യതയുള്ള ഒരു ഹൃദയം, കർത്താവെ, നിന്നെ പോലെ സൗമ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിപ്പാന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ നീ എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന, അല്ലെ, പരീശൻ എന്നിട്ട് ഞാൻ ഇവനെ പോലൊന്നും അല്ല, അല്ലെ, ഞാൻ ആഴ്ചയില് 2 ദിവസം ഉപവസിക്കുന്നു, കിട്ടുന്ന എല്ലാത്തിനും പതാരം കൊടുക്കുന്നു, പക്ഷെ ഇവനിങ്ങനല്ല. എന്നാലും ചുങ്കക്കാരൻ ഇങ്ങനെ പറയുന്നു, നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കുറവുകളെ കാണുന്നവരായിട്ട്, നമ്മുടെ നന്മകളെ നമ്മൾ അഹങ്കരിക്കുന്നവരായിട്ടല്ല, നമ്മളെ തന്നെ നീതീകരിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിട്ടല്ല, എന്നാല് നമ്മുടെ കുറവുകളെ കണ്ട് ദൈവസന്നിധിയില് കരയുന്ന ഒരു ഹൃദയം. ദൈവമേ, നിന്റെ സൗമ്യത നീ എന്നെ ധരിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സഭാപ്രസംഗി 11:10 ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയാം. വ്യസനത്തോടുകൂടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കില് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യസനത്തെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. വ്യസനപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. അവൻ സന്തോഷത്തെയും സമാധാനത്തെയും തരുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ 6:16 ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് മീഖള്, അദ്ദേഹത്തിന്റെ ഭാര്യ, തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. മറ്റുള്ളവരെ നിന്ദിക്കുന്ന സ്വഭാവം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ? ആ രോഗം നമുക്ക് പിടിപെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്താവെ, മറ്റുള്ളവരെ നിന്ദിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ എങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവെ, എന്നിൽ നിന്ന് അത് മാറ്റണമേ എന്ന് ദൈവത്തോട് പറയാം. സങ്കീർത്തനം 81:12 ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. സ്വന്തം ആലോചന പ്രകാരം നടക്കുന്ന ഒരു ഹൃദയമാണോ? ഹൃദയകാഠിന്യമുള്ളവരാണോ നമ്മുടെ അപ്പനും അമ്മയും, അല്ലെങ്കിൽ സീനിയർ പാസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ മെന്റർ, നമ്മളോട് കൂടെയുള്ള ഒരു വിശ്വാസി നമ്മളെ എന്തിലെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചാല് നമുക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടോ? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന സ്വഭാവമാണോ? ഹൃദയകാഠിന്യം. അമ്മയും അപ്പനും കരഞ്ഞാല് മറ്റുള്ളവരുടെ വേദനയില് നമുക്ക് നമ്മുടെ ഹൃദയം അലിയാറുണ്ടോ? ഹൃദയം കഠിനപ്പെടുത്തിയാണോ നാം ജീവിക്കുന്നത്? ഫറോ, തിരുവചനത്തിനകത്ത് നോക്കിയാൽ ഫറോ തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. അതുപോലെ മോശ ഇസ്രായേൽ മക്കളെ നയിച്ചു കൊണ്ടുപോകുന്ന ആ സമയത്ത് ചിലരെ അയച്ചു. സീഹോൻ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട്
അവരുടെ സ്ഥലത്തുകൂടെ കടന്നു പോകാനായിട്ട്, അവരുടെ ദേശത്തുകൂടെ കടന്നു പോകാനായിട്ട് അനുവാദം ചോദിച്ചു. അനുവാദം ചോദിച്ച സമയത്ത് ആ രാജാവ് അദ്ദേഹത്തിന്റെ ഹൃദയം കഠിനപ്പെടുത്തി. നമ്മുടെ ഹൃദയം നമ്മൾ കഠിനപ്പെടുത്തുന്നവരാണോ? ദൈവത്തോട് പറയാം, കർത്താവേ, കഠിനപ്പെടാത്ത ഒരു ഹൃദയം നീ എനിക്ക് തരണമേ കർത്താവേ. നമുക്ക് ദൈവത്തോട് പറയാം. യാക്കോബിന്റെ ഒന്നിനകത്ത് പറയുന്നുണ്ട്, ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. നമുക്ക് ഇരു മനസ്സുള്ളവരാണോ? ഇരു ഹൃദയമുള്ളവരാണോ? ദശാംശം കൊടുക്കണോ? വേണ്ടായോ? സൂം മീറ്റിങ്ങിന് ജോയിൻ ചെയ്യണോ? വേണ്ടായോ? പ്രാർത്ഥിക്കണോ? വേണ്ടായോ? മറ്റുള്ളവരെ സഹായിക്കണോ? വേണ്ടായോ? ഇരു മനസ്സുള്ളവര് നമ്മള് ഏക മനസ്സ്, നിന്നെ ഭയപ്പെടുവാൻ തക്കോണം എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്നാണ് ദാവീദ് പറയുന്നത്. ഏകാഗ്രമായൊരു ഹൃദയം, ഏക ഹൃദയം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. സ്തോത്രം. ഭയമുള്ള ഹൃദയം. ശൗല് ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ടിട്ട് ഭയപ്പെട്ടു. ശിഷ്യന്മാര് കാറ്റും കോളും കണ്ടിട്ട് ഭയപ്പെട്ടു. നമ്മുടെയും ജീവിതത്തിനകത്ത് ഭയമുള്ളൊരു ഹൃദയത്തോടു കൂടെയാണോ വന്നിരിക്കുന്നത്? നാളെ എൻ്റെ ജീവിതത്തിനകത്ത് എന്താകും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? എൻ്റെ വാർദ്ധക്യം എന്താകും? എൻ്റെ ശുശ്രൂഷ എന്താകും? സഭ എന്താകും എന്നുള്ളതായ ഭയം നമ്മുടെ അകത്തുണ്ടോ? നമുക്ക് അവനിൽ ആശ്രയിക്കാം. ഭയപ്പെടുന്ന നാളിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടുന്നവർക്ക് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും എന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ വാക്ക് നമുക്ക് ശ്രദ്ധിച്ച് ഭയത്തെ നമ്മുടെ അകത്ത് ദൈവത്തോട് പറയാം. കർത്താവെ, ഭയം എന്നിൽ നിന്ന് മാറിയിട്ട് ആ ഭാഗത്ത് വിശ്വസിക്കുവാന്, നിന്നിൽ ആശ്രയിക്കുവാനുള്ള ദൈവകൃപ നീ എനിക്ക് തെരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 51:17 പറയുന്നത് എന്തോന്നാണ്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കയില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന ഒരു ഹൃദയമാണോ? മറ്റുള്ളവരുടെ നിന്ദയാല്, പരിഹാസത്താല്, കടഭാരത്താല് നാം തകർന്നിരിക്കുന്നവരാണോ? എന്നാല് ദൈവം നമ്മെ ഉപേക്ഷിക്കയില്ല. നമ്മള് തിരുവചനത്തിനകത്ത് ഹന്ന എന്നൊരു സ്ത്രീയെ നമുക്കറിയാം. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. എന്നാൽ അവള് ഹന്നായെ മുഷിപ്പിച്ചു, അവളെ വ്യസനിപ്പിച്ചു, അവള് കരഞ്ഞു. അവൾക്ക് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഒരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തെ ദൈവം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവൾക്ക് അത് അവളുടെ പ്രാർത്ഥനയ്ക്ക്, അവളുടെ കരച്ചിലിന്, അവളുടെ തകർന്ന ഹൃദയത്തിന് ദൈവം ഒരു ഉത്തരം കൊടുത്തു. നമ്മളുടെ തകർന്നൊന്ന് കുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്. തകർന്നിരിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിൻ നമ്മുടെ മുറിവ് കെട്ടുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 109:22 പറഞ്ഞിരിക്കുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? എങ്കിൽ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. മുറിഞ്ഞിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുന്നവനായ ദൈവം. സോഫി പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥിച്ചു. സ്തോത്രം. മുറിവുകളെ കെട്ടുന്നവനായ ഒരു ദൈവം. സ്തോത്രം. മുറിഞ്ഞിരിക്കുന്ന ഇന്നത്തെ നിങ്ങളുടെ ഹൃദയം അവന്റെ കരങ്ങളിലേക്ക് ഒന്നേൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷീണിച്ച ഹൃദയമാണോ നമ്മളുടേത്? വേദനയാല്, ഭാരങ്ങളാല്, സ്തോത്രം, എങ്ങനെ മുൻപോട്ട് ജീവിതം പോകും എന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആ ഒരു ഹൃദയമാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ മതിയായവനാണ്. സദൃശ്യവാക്യം 13:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. അല്ലെ, നമ്മള് നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇന്നെന്റെ കടം വീടും, ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആ സമയത്ത് കടം കൂടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞ് നല്ലപോലെ പാസ്സാകുമെന്ന് വിചാരിച്ച, നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഫെയിലായി പോയാല് നമ്മളുടെ ആശാവിളംബനം അത് ഹൃദയത്തെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഹൃദയമാണോ? എങ്കിൽ കർത്താവിന്റെ കയ്യിലേൽപ്പിച്ചാട്ട്, കർത്താവേ, എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. കർത്താവേ, എൻ്റെ ക്ഷീണിച്ച ഹൃദയത്തെ നിന്റെ വാക്കിനാല്, നിന്റെ തൊടിയിലിനാല് ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. യോഹന്നാൻ 14:1 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമാണോ? കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കലങ്ങിയ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അവന് സാധ്യമാണ്. സ്തോത്രം. അവനാൽ അസാധ്യമായത്
ഒന്നുമില്ല. എബ്രായർ 3:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണോ നമുക്കുള്ളത്? ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെ നാം വീണ്ടും വീണ്ടും സംശയിക്കുന്നവരാണോ? അവിശ്വസിക്കുന്നവരാണോ? എന്റെ ദൈവം എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. പൗലോസും പറയുന്നുണ്ട്, എന്റെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നാം ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ വാക്കുകളിലാണ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അല്ലാതെ നാം അവനെ അവിശ്വസിക്കുകയോ, അവിശ്വാസത്താല് നമുക്കൊരു ദുഷ്ടഹൃദയമാണ് ഉണ്ടാകുന്നത്. ഒരു ഹൃദയം ഉണ്ടാകാതിരിപ്പാന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന്റെ 18ഉം 19ഉം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. സ്തോത്രം. അവിശ്വാസമുള്ളൊരു മനസ്സാണോ നമുക്കുള്ളത്? നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. ദൈവത്തിന്റെ വചനത്തില്, ദൈവത്തിന്റെ വാഗ്ദത്തത്തില് അവിശ്വസിക്കയില്ല എന്ന് നമുക്കിന്ന് ദൈവസന്നിധിയില് ഒരു തീരുമാനമെടുക്കാം. വിശ്വാസത്തിൽ മുന്നേറുവാന്, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ദൈവമേ, നീ എന്നെ സഹായിക്കണമേ എന്ന് യാതൊരു വിധത്തിലും നിന്നെ സംശയിക്കാതിരിപ്പാൻ തക്കോണം നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമെങ്കിൽ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നാം പ്രവേശിക്കയില്ല. ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് സ്വസ്ഥത തരാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാം സ്വസ്ഥത അനുഭവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ കൈ നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാം സ്വസ്ഥത അനുഭവിക്കുന്നവരായിരിക്കും. പിശാച് പലപ്പോഴും അസ്വസ്ഥത കൊണ്ടുവരാനായിട്ട് രോഗങ്ങള്, പ്രശ്നങ്ങള്, കഷ്ടതകള് ഒക്കെ കൊണ്ടുവന്നേക്കാം. എന്നാലും ആ സാഹചര്യത്തിനകത്തും എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നവരായിട്ട്, സ്തോത്രം, അവന്റെ വാഗ്ദത്തങ്ങള് ഏറ്റുപറഞ്ഞ് അതിനകത്ത് വിശ്വസിച്ച് ഉറച്ച് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം സഹായിക്കാനായിട്ട് നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ദൈവവചനം പറയുന്നത്, നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവേൻ, അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് മുറിയുള്ള ഹൃദയമാണെങ്കിൽ അതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കപട ഹൃദയമാണെങ്കിൽ, കപട പ്രവൃത്തിയുള്ള ഹൃദയമാണെങ്കിൽ, സ്തോത്രം, ദൈവത്തോട് പറയാം, കർത്താവേ, ഇതെന്നിൽ നിന്നൊന്നും മാറ്റിക്കളയണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദുരുദ്ദേശമുള്ള ഒരു ഹൃദയമാണെങ്കിൽ, സ്തോത്രം, അഹങ്കാരമുള്ള ഒരു ഹൃദയമാണെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് മാറ്റിത്തരണമേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിനെയോട്ട് തൊട്ട് ഒന്ന് ശുദ്ധീകരിക്കണമേ. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, എസെക്കിയേൽ 36:26-27, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ യോവേലിന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി അവന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നമ്മുടെ ഹൃദയം ഏത് അവസ്ഥയിലുള്ളതാണെങ്കിലും, മുറിഞ്ഞതാണെങ്കിൽ, തകർന്നതാണെന്ന്, നുറുങ്ങിയിരിക്കുന്നതാണെങ്കിൽ, അഹങ്കാരം പിടിച്ചതാണെങ്കിൽ, സ്തോത്രം, ദുരുദ്ദേശമുള്ളതാണെങ്കിൽ, ഏതവസ്ഥയിലുള്ളതാണെങ്കിലും അവന്റെ കയ്യിലേക്ക് കൊടുക്കാം. അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു ഹൃദയം തരും. അവൻ പറഞ്ഞാല് വാക്ക് മാറാത്തവനാണ്. സ്തോത്രം. അതുപോലെ തന്നെ ചെയ്യുന്നവനാണ്. ദൈവത്തോട് പറഞ്ഞാട്ടെ, യേശുവേ, എന്റെ ഹൃദയത്തെ ഒന്ന് മാറ്റിത്തരണമേ കർത്താവേ. പുതിയൊരു ഹൃദയം
ഹൃദയം എനിക്ക് തരണമേ കർത്താവേ. പുതിയൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ ആക്കണമേ കർത്താവേ. കല്ലായുള്ള ഒരു ഹൃദയം എന്നിൽ നിന്ന് നീങ്ങിയിട്ട് കർത്താവേ സ്തോത്രം, മാംസളമായുള്ളൊരു ഹൃദയം, മാംസളമായുള്ളൊരു ഹൃദയം, മറ്റുള്ളവരോട് കരുണ, സ്നേഹം, ആർദ്രകരുണ ഉള്ളതായ ഒരു മനസ്സലിവ് ഉള്ളതായ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാത്ത. എൻ്റെ ഹൃദയത്തിന്റെ സകല രോഗങ്ങളെയും മാറ്റി കർത്താവേ, ശുദ്ധിയുള്ള ദാവീദ് പറഞ്ഞ പോലെ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. ദൈവത്തോട് പറയാം കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ കർത്താവേ. ഒന്ന് നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടാകട്ടെ കർത്താവേ. വിശുദ്ധിയുള്ള ദൈവത്തെ ദർശിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ, നമ്മളുടെ ഹൃദയം സമർപ്പിക്കാം. അടുത്തതായിട്ട് നമ്മളുടെ കണ്ണ് എന്നെ ശോധന ചെയ്ത് അറിയണമേ. നമ്മുടെ കണ്ണിനെ നമുക്കൊന്ന് നോക്കാം. സദൃശ്യവാക്യം 6:17 മുഴുവനും ഞാൻ പറയുന്നില്ല, സമയമായി വരുന്നത് കൊണ്ട്. ഗർവമുള്ള കണ്ണ്, അഹങ്കാരമുള്ള ഹൃദയം, ഗർവമുള്ള കണ്ണ്. നമ്മുടെ കണ്ണ് ഗർവമുള്ള കണ്ണുകളാ. അതുപോലെ മത്തായി 6:23 പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. നമ്മുടെ കണ്ണിന് കേടുണ്ടോ? അല്ലെ, നമ്മുടെ നാട്ടിലൊരു സംസാരമുണ്ട്, പറച്ചിലുണ്ട്, മഞ്ഞപ്പിത്തമുള്ളവൻ കാണുന്നവനെല്ലാം മഞ്ഞപ്പിത്തമായിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുകളുണ്ടെങ്കിൽ നാം മറ്റുള്ളവരിലും അതായിരിക്കും ദർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണ്, കർത്താവേ എൻ്റെ കണ്ണ് പ്രകാശമുള്ളതായി തീരുവാൻ, ഇരുട്ട് മുഴുവനും എൻ്റെ കണ്ണിൽ നിന്നും മാറിയിട്ട് കർത്താവേ പ്രകാശമുള്ള ഒരു കണ്ണിനെ എനിക്ക് തരണമേ. എൻ്റെ കണ്ണിനെ നീ തുറക്കണമേ. അല്ലെ, ഏലിശ പ്രാർത്ഥിക്കുന്നുണ്ട്, ബാല്യക്കാരന്റെ കണ്ണിനെ തുറക്കണമേ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുന്നതായ കണ്ണാണോ നമുക്കുള്ളത്? നമ്മളുടെ കണ്ണില് കോലിരിക്കുന്നതായ സമയത്ത്, നമ്മളുടെ കയ്യിൽ വളരെ തെറ്റുകൾ ഇരിക്കുന്നതായ സമയത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു കണ്ണാണോ നമുക്കുള്ളത്? അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ മറ്റുള്ളവരിലെ നന്മകളെ കാണുവാൻ തക്കവണ്ണം കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, നീ എനിക്ക് സഹായിക്കണമേ. ഫിലിപ്പിയർ 4:8 പറയുന്ന, ഇഫ് there is anything praiseworthy think about that. എന്തെങ്കിലും പുകഴ്ചയായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുവാനായിട്ട്, കുറവുകളെ കാണുന്ന കണ്ണായിട്ടല്ല കർത്താവെ, മറ്റുള്ളവരുടെ പുകഴ്ചയെ, നന്മയെ കാണുവാനായിട്ട് എൻ്റെ കണ്ണുകളെ നീ ഇന്നൊന്ന് തുറക്കുമാറാകണമേ. കുറ്റം കണ്ടുപിടിക്കുന്ന കണ്ണൊന്നും മാറ്റിയിട്ട് കർത്താവേ സ്തോത്രം, നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പറയാം. നാം മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന കണ്ണാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂന്നുകള. ഇടർച്ച വരുത്തുന്ന കണ്ണാണോ നമുക്കുള്ളത് എങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ ഇതിനെ എനിക്കൊന്ന് മാറ്റി തരുമാറാകണമേ. സ്തോത്രം. എൻ്റെ കണ്ണുനീരൊഴുക്കുന്നു. എത്ര വിലാപങ്ങൾ ഒന്നിനകത്ത് എഴുതിയിട്ട്, എൻ്റെ കണ്ണുനീരൊഴുക്കുന്നു. വിഷമത്താല്, നിന്നയാല്, രോഗത്താല്, പ്രിയപ്പെട്ടവരുടെ മരണത്താല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാല് കരച്ചിലിനെ, വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കഴിയുന്നവന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുനീരിനെ ഒഴുക്കുന്ന കണ്ണിനെ ഒന്ന് ഏൽപ്പിച്ചാട്ട് അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാവ് 44:18 കാണാതെ വണ്ണം കണ്ണുകളെ അടച്ചിരിക്കുന്നു. മുഴുവാക്കിയോ ഞാൻ വായിക്കുന്നില്ല, കുറച്ച് മാത്രമേ. അടഞ്ഞിരിക്കുന്ന കണ്ണ്, മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ കണ്ണുനീര്, ദാരിദ്ര്യം, ആവശ്യങ്ങള് ഒക്കെ കാണാൻ കഴിയാത്തതായ ഒരു കണ്ണാണോ നമുക്കുള്ളത്? അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനം 38:10 എഴുതിയിരിക്കുന്ന, വെളിച്ചമില്ലാത്ത കണ്ണ്, മങ്ങിയ കണ്ണ്. ഏലിക്ക് മങ്ങിയ കണ്ണായിരുന്നു. അതുപോലെ തന്നെ ഇസഹാക്കിന് മക്കള് യാക്കോബ് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ ചെല്ലുന്ന ആ സമയത്ത്, ഇറച്ചിയൊക്കെ വേവിച്ചും കൊണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് ഏശാവിനാണ് സത്യത്തിൽ അനുഗ്രഹം കൊടുക്കാനിരുന്നത്. പക്ഷേ ഏശാവ് എന്ന് കളിപ്പിച്ചു വാങ്ങിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. നമ്മുടെ കണ്ണ് കാഴ്ചയില്ലാതെ മങ്ങിയിരിക്കുന്ന കണ്ണ്, സത്യത്തെ കാണുവാന്, നീതിയെ കാണുവാന്, ന്യായത്തെ കാണുവാന് മങ്ങിയിരിക്കുന്ന ഒരു കണ്ണാണോ നമ്മളുടേത്? മറ്റുള്ള അനീതിക്ക് കൂട്ടുനിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണ്
മങ്ങിയ കണ്ണാണോ? അസത്യത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണ് മങ്ങിയതാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കണ്ണുകളെ ഒന്ന് ഏൽപ്പിച്ചിട്ട്, കർത്താവേ, എന്റെ കണ്ണുകളെ കർത്താവേ നേരെ നോക്കുന്ന ഒരു കണ്ണായിരിക്കട്ടെ കർത്താവേ. നിന്റെ പ്രകാശത്താല് പ്രകാശിക്കുന്ന കണ്ണായിരിക്കും എന്റെ കണ്ണിനെ ഒന്ന് മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചിരിക്കുന്ന ഒരു കണ്ണാണെങ്കിൽ ദൈവത്തിന് അതിനെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. സഭാപ്രസംഗിയില് 1:8 ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല. തൃപ്തി വരാത്തൊരു കണ്ണ്. അതിന്റെ 4:8 പറഞ്ഞിരിക്കുന്നു, സമ്പത്ത് കണ്ട് തൃപ്തി വരാത്ത ഒരു കണ്ണ്. അല്ലെ, ചിലർക്ക് സീരിയൽ കണ്ടാൽ ഒരു തൃപ്തിയില്ല, വേണ്ടാത്ത എന്തുവാ ചിത്രങ്ങളൊക്കെ കണ്ടാല് മതി വരത്തില്ല, പെൺപിള്ളേരെ കണ്ടാൽ ആൺപിള്ളേരെ കണ്ടാല് തൃപ്തി വരാത്ത കണ്ണ്. അല്ലെ, 2 പത്രോസിന്റെ അകത്താണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതെ, 2 പത്രോസിന്റെ അകത്താണ് ഇങ്ങനെ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നതായ കണ്ണ്. ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ കണ്ടിട്ട് രസിക്കുന്ന ഒരു കണ്ണാണോ നമുക്കുള്ളത്? എങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ആ കണ്ണിനെ ഏൽപ്പിക്കാം. കർത്താവേ, എന്റെ കണ്ണിനെ, എന്റെ നോട്ടത്തെ ഒന്ന് മാറ്റണമേ കർത്താവേ. സ്തോത്രം. വീഞ്ഞ് സമ്പത്ത് കണ്ട് തൃപ്തി വരാത്ത, എത്ര സമ്പത്തുണ്ടായാലും, എത്ര തുണി ഉണ്ടായാലും, എത്ര സാധനങ്ങൾ ഉണ്ടായാലും തൃപ്തി വരാത്ത ഒരു മനസ്സാണോ നമുക്ക്? അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ, സമ്പത്ത് കണ്ട് തൃപ്തി വരാത്ത എന്റെ ഈ കണ്ണിനെ ഒന്ന് മാറ്റണമേ. അതുപോലെ തന്നെ ടേക്ക് അവേ മൈ ഐസ് ഫ്രം വെയിങ് തിങ്സ്. വ്യർത്ഥ കാര്യത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണിനെ തിരിക്കും, വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിക്കുമാറാകണമേ. ഞാൻ വ്യർത്ഥ കാര്യങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് ഇംഗ്ലീഷിലായിരുന്നു. ടേക്ക് അവേ മൈ ഐസ് ഫ്രം വെയിങ് തിങ്സ്. ഒരനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ഈ വാക്യം ടേക്ക് അവേ മൈ ഐസ് ഫ്രം വെയിങ് തിങ്സ് എന്നുള്ളത് എൻ്റെ അടുത്ത് സംസാരിച്ചു ദൈവം. ഒരു 2009 എന്നോട് സംസാരിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സൺഡേയിൽ ഒരു ദിവസം ഞങ്ങൾ ചർച്ചിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ലീഡറും ഭാര്യയും കൂടെ അവര് കുവൈറ്റിൽ പോയിട്ട് വന്ന നല്ല സുന്ദരമായ ഒരു സാരി ഉടുത്തും കൊണ്ടുവന്നു. അവര് നേരത്തെ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചർച്ചിലോട്ട് ചെല്ലുന്ന കണ്ടുകൊണ്ട് അവര് ഇറങ്ങി വന്നു, എന്നെ വന്ന് കയ്യിൽ പിടിച്ചും കൊണ്ട് അവരുടെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ കണ്ണ് ആ സാരിയിൽ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ. അന്നേരം ഞങ്ങൾക്കൊക്കെ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിക്കാതെ കണ്ണ് തുറക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും പതുക്കെ ആ കണ്ണ് തുറന്ന് ആ സാരിയിലോട്ടൊന്ന് നോക്കി. എളുപ്പം എന്റെ തലയില് ഈ വാക്യം വന്നു, ടേക്ക് അവേ മൈ ഐസ് ഫ്രം വെയിൻ തിങ്സ്. വ്യാജ കാര്യങ്ങളിൽ നിന്ന് എന്റെ കണ്ണുകളെ തിരിക്കുമാറാകണമേ. ഞാൻ വാസ്തവത്തിൽ പറയുന്നത് വ്യർത്ഥ കാര്യങ്ങളിൽ നിന്ന്, വ്യർത്ഥമായ ആഹാരത്തിൽ നിന്ന്, വ്യർത്ഥമായ വസ്ത്രത്തിൽ നിന്ന്, വ്യർത്ഥമായ സൗന്ദര്യത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ എന്റെ പ്രാർത്ഥന ഇതാണ്, ഇതിൽ നിന്നൊക്കെയും എന്റെ കണ്ണുകളെ തിരിക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. കർത്താവെ, വ്യർത്ഥ കാര്യങ്ങളിൽ നിന്ന് എന്റെ കണ്ണുകളെ തിരിച്ച്, കർത്താവെ സ്തോത്രം, സ്ഥിരമായ കാര്യങ്ങളിലെ സ്തോത്രം, നിത്യമായ കാര്യങ്ങളിലേക്ക് എന്റെ കണ്ണുകളെ തിരിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം മറ്റുള്ളവരുടെ ദോഷം സംഭവിക്കുമ്പോൾ അത് കണ്ട്, നമുക്ക് ദോഷം ചെയ്തവർക്ക് ദോഷം സംഭവിക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്ന ഒരു കണ്ണാണോ നമുക്കുള്ളത്? അങ്ങനെയെങ്കിൽ ഇന്ന് ആ കണ്ണിനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളുടെ കണ്ണ് കുരുട്ട് കണ്ണാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് സമർപ്പിക്കാം. കർത്താവെ, ദോഷം കണ്ട് രസിക്കാത്തൊരു കണ്ണ്, വ്യർത്ഥ കാര്യങ്ങളെ നോക്കാത്തൊരു കണ്ണ്, പൊന്നുപിതാവേ, നീ എനിക്ക് തരുമാറാകണമേ. കുരുട്ട് കണ്ണല്ല കർത്താവേ, മങ്ങിയ കണ്ണല്ല കർത്താവേ, എന്നാല് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുവാന്, മറ്റുള്ളവരുടെ വേദനകളെ കാണുവാൻ തക്കോണം കർത്താവേ, എന്റെ കണ്ണുകളെ നീ ഇന്ന് തുറക്കുമാറാക്കണമേ. അടഞ്ഞിരിക്കുന്ന എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. കുരുട്ട് കണ്ണിനെ ഒന്ന് തൊട്ട് കർത്താവെ, അന്ധമായ എന്റെ കണ്ണിനെ ഒന്ന് തൊട്ട് ഒന്ന് സൗഖ്യമാക്കണമേ, ഒന്ന് തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇയ്യോബ് പറയുന്നുണ്ട്, ഞാന് എന്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയില് നമ്മുടെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാം. ഇയ്യോബ് ചെയ്ത ഉടമ്പടി ഇതായിരുന്നു, ഒരു കന്യകയെ നോക്കാതെ വണ്ണം ഞാൻ എന്റെ കണ്ണുമായിട്ട് ഞാനൊരു ഉടമ്പടി ചെയ്തു.
നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്, ആവശ്യമില്ലാത്തവരെ നോക്കാതെ വണ്ണം, സ്തോത്രം, ആവശ്യമില്ലാത്തതിനെ നോക്കാതെ വണ്ണം നമ്മളുടെ കണ്ണുമായിട്ട് നമുക്ക് ഇന്നൊരു ഉടമ്പടി ചെയ്യാം. ദൈവത്തോട് പറയാം, കർത്താവേ, കർത്താവേ, ഒരു നീച കാര്യം ഞാൻ എൻ്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം നമ്മുടെ കണ്ണുകളെ. കർത്താവേ, ദോഷം കണ്ട് രസിക്കുന്ന കണ്ണൊക്കെ എനിക്ക് ഉണ്ടായി പോയിട്ടുണ്ട് കർത്താവേ. എന്നാൽ കർത്താവേ, കണ്ണുകടിയുള്ള കണ്ണ് എനിക്കുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് നിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ കണ്ണിനെ സമർപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു കർത്താവേ. നിനക്ക് പ്രസാദമുള്ള ഒരു ഹൃദയമായിരിക്കാന്, നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ഹൃദയമായിരിക്കാന്, എൻ്റെ നോട്ടം നിനക്ക് പ്രസാദമുള്ളതായിരിക്കാന് കർത്താവേ, സ്തോത്രം. എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നിനക്ക് പ്രസാദമുള്ളതായിരിക്കാന് കർത്താവേ. നേരെ നോക്കുന്ന ഒരു കണ്ണുണ്ടായിരിക്കാന് കർത്താവേ. അങ്ങ് കാണുന്നത് പോലെ മറ്റുള്ളവരെ കാണുവാൻ തക്കോണം എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ, എൻ്റെ ദർശനത്തെ നീ വിസ്താരമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നാക്കിനെ കുറിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ശോധന ചെയ്യാം. നാം മറ്റുള്ളവരെ ശോധന ചെയ്യുന്നവരായിട്ടല്ല, നമ്മെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അഹങ്കാരമുള്ള ഒരു ഹൃദയമാണോ നമുക്കുള്ളത്? ആമേൻ. കാപട്യമുള്ള ഹൃദയമുണ്ടോ? ദുരുദ്ദേശമുള്ള ഹൃദയമുണ്ടോ? നാം പല ഹൃദയങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമാണോ? എങ്കിൽ അവൻ ഇന്ന് പറയുന്നത് പുതിയൊരു ഹൃദയം, പുതിയൊരു ഹൃദയം. കല്ലായുള്ളൊരു ഹൃദയമാണോ? എങ്കിൽ ഇന്ന് മാംസളമായുള്ളൊരു ഹൃദയം. കരയുന്ന കണ്ണാണോ? എങ്കിൽ ആ കണ്ണുനീർ തുടച്ച് അവൻ നമുക്ക് സന്തോഷത്തെ തരുന്നവനാണ്. സ്തോത്രം. അടഞ്ഞിരിക്കുന്ന കണ്ണാണോ? എങ്കിൽ അവന്റെ സന്നിധിയിൽ സമർപ്പിച്ചാല് അവൻ അതിനെ തുറക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവനെ കാണുവാൻ തക്കോണം, അവന്റെ കൽപ്പനകളെ കാണുവാൻ തക്കോണം അവൻ നമ്മുടെ കണ്ണുകളെ തുറക്കും. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളുടെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്താട്ട്, കർത്താവേ, എൻ്റെ കണ്ണ് വേണ്ടാത്തത് കാണത്തില്ല കർത്താവേ, വ്യർത്ഥ കാര്യങ്ങളെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ നീ തിരിക്കുമാറാകണമേ കർത്താവേ, സ്തോത്രം. വ്യഭിചാരിണിയെ കണ്ട് രസിക്കാതെ വണ്ണം, ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ കണ്ട് രസിക്കാതിരിക്കുവാൻ തക്കോണം കർത്താവേ, എൻ്റെ കണ്ണിനെ ഇന്ന് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഇതുവരെയും പറ്റിപ്പോയി ചെയ്തു പോയിട്ടുള്ളതൊക്കെയും എന്നോട് ക്ഷമിച്ച് നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് കീറാം, അവങ്കിലേക്ക് തിരിച്ചു വരാം. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരാം, പുതിയ ആത്മാവിനെ തരാം. സ്തോത്രം. കല്ലായുള്ള ഹൃദയത്തെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ആത്മാവിനെ തന്ന് അവന്റെ ചട്ടങ്ങളിൽ നടക്കുവാൻ തക്കവണ്ണം, അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ, അവന്റെ ജീവനുള്ള കൽപ്പനകളെ കാണുന്ന കണ്ണുകൾ തരുവാൻ തക്കവണ്ണം അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തിരുവചനത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ദൈവമേ, അങ്ങ് ഞങ്ങളെ ശോധന ചെയ്യുമ്പോൾ ദുരുദ്ദേശമൊന്നും ഇല്ലാതിരിപ്പാൻ തക്കണം. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ദുരുദ്ദേശത്തോടുകൂടെ ഇടപെട്ടിട്ടുണ്ട് കർത്താവേ. അഹങ്കാരമുള്ള ഒരു ഹൃദയവുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന കർത്താവേ, സ്തോത്രം. കപട സ്നേഹം ഞങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ കർത്താവേ. പുതിയൊരു ഹൃദയം തരാമെന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവേ, നീ വാക്ക് പറഞ്ഞാൽ മാറാത്തവന കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു പുതുമ തരുമാറാകണമേ, പുതിയൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നുറുങ്ങി ഹൃദയങ്ങള് അത് നേരെയാകട്ടെ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ മുറിഞ്ഞ ഹൃദയങ്ങളെ കെട്ടി കർത്താവേ സൗഖ്യമാക്കി ഓരോരുത്തരുടെയും കരങ്ങളിൽ അവിടെ ഏൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഞങ്ങളെ മൊത്തമായിട്ട് പൊന്നുപിതാവേ അംഗപ്രത്യംഗമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കണ്ണിനെ ഏൽപ്പിക്കുന്ന കർത്താവേ. വ്യഭിചാരിണിയെ കണ്ട് രസിക്കാത്ത കണ്ണ്, വീഞ്ഞു നിറഞ്ഞു പൊങ്ങുന്നത് നോക്കാത്ത കണ്ണ്, സ്തോത്രം, ഹല്ലേലൂയ. ദോഷത്തെ കണ്ട് രസിക്കാത്ത കണ്ണ്, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, മറ്റുള്ളവരുടെ കണ്ണിലെ കോല് എടുക്കാൻ പോകാത്ത കണ്ണ്, കരണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ കരട് നോക്കാൻ പോകാത്തൊരു കണ്ണ്, കർത്താവേ, സ്തോത്രം. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാത്തൊരു കണ്ണ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മറ്റുള്ളവരിലെ നന്മ ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. തിരുവചനത്തെ ദർശിക്കുവാൻ തക്കവണ്ണം കർത്താവേ, നിന്റെ വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നല്ലൊരു ഹൃദയം തരണം, നല്ലൊരു കണ്ണ് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന
പറയുന്ന കർത്താവെ, അംഗപ്രത്യംഗമായിട്ട് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിർമ്മലമായ ഒരു ഹൃദയം, ശുദ്ധമുള്ള ഒരു ഹൃദയം കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കണ്ണുമായിട്ട് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ് കർത്താവെ സ്തോത്രം. ദോഷത്തെ കൊണ്ട് ഞങ്ങൾ രസിക്കയില്ല കർത്താവെ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായിട്ട് നന്ദി കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ പ്രതിരൂപമായിട്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ, അങ്ങയുടെ ഹൃദയമുള്ളവരായിട്ട്, അങ്ങയുടെ കണ്ണുള്ളവരായിട്ട്, അങ്ങയുടെ മനസ്സുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, നിന്റെ അഭിഷേകം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും പകരുമാറാകണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. മഹത്വവും മാനവും അങ്ങേക്ക് തരുന്നു. ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരഞ്ഞിരിക്കുന്നവരുടെ കണ്ണുനീരിനെ അങ്ങ് തുടച്ച കർത്താവെ, പുതിയൊരു ഹൃദയം അവിടുന്ന് കൊടുക്കുമാറാകണമേ. പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.